നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം വളരെ കോമണായിട്ട് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യുന്ന ഒരു ഓപ്പറേഷനെ കുറിച്ചാണ്. അതിൻ്റെ പേര് സർക്കംസിഷൻ എന്നാണ്. അതായത് യൂറിൻ പോകുന്ന അവിടെ ചിലപ്പോൾ തൊലി വന്ന് മൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തൊലി ടൈറ്റാകാൻ സാധ്യതയുണ്ട്, പുറമോട്ട് മാറാനുള്ള പ്രയാസമുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഭാവിയിലൊരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് സർക്കംസിഷൻ. അപ്പോൾ പല ആൾക്കാരും ഈയിടെയായിട്ട് വന്ന് ചോദിക്കുന്നത്, ഈ സർക്കംസിഷൻ നമ്മൾ സാധാരണ റുട്ടീൻ സർക്കംസിഷൻ എന്ന് പറയുന്നത് നമ്മളത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ച് തന്നെ പോകുന്ന സ്റ്റിച്ച് ഇടുകയും, അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കേണ്ട സ്റ്റിച്ച് ഇടും. അതിട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് സ്റ്റിച്ചൊക്കെ മാറി പിന്നെ അങ്ങനെയുള്ള റെസ്റ്റൊക്കെ വേണം. അത് ഇപ്പോൾ പലരും അത് ചോദിക്കുന്ന, അവർക്ക് ജോലിയിൽ ലീവ് എടുക്കാനായിട്ട് സമയം കാണണമെന്നില്ല. പിന്നെ ഇതുപോലുള്ള ഈ ഓപ്പറേഷൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പെയിനോ ഒന്നും സഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ കാണും. ഇങ്ങനെയുള്ളവർക്കും പലരും ഈ ലേസർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പല ഓപ്പറേഷൻ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നാൽ ലേസറിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു പ്രൊസീജിയറാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് ഈ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു ഡിസ്പോസിബിൾ ഒരു ഡിവൈസാണ്. അതുകൊണ്ട് അവർ പറയുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് നോക്കിയാൽ ഒരു 8 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിനകത്ത് ഈ പ്രോസസ്സ് കഴിയും. ഈ സ്കിൻ മാത്രം, ഈ റിമൂവ് ചെയ്യേണ്ട സ്കിൻ മാത്രം നമ്മൾ ഈ ഡിവൈസിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ശരിയായിട്ട് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കിൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് പോരുകയും, അത് പ്രസ് ചെയ്തിരിക്കുന്നത് തന്നെ ഓട്ടോമാറ്റിക് സ്റ്റിച്ച് അതിനകത്ത് വരും. ആ സ്റ്റിച്ച് തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്ന സാധാരണ രീതിയിലും ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് വീട്ടിൽ പോകാം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും വലിയ റെസ്റ്റിൻ്റെ ആവശ്യമില്ല. പെയിനൊന്നും അധികം ഉണ്ടാകത്തില്ല, ബ്ലീഡിംഗ് ഒന്നും വരത്തില്ല, നീര് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡിവൈസ്, ഇത് ഒരു ഇമ്പോർട്ടഡ് നമ്മുടെ ഇന്ത്യൻ മെയ്ഡുണ്ട്, വെളിയിലത്തെ ഉള്ളതുണ്ട്. ഈ ഡിവൈസ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസ്പോസിബിളാണ്. ഒരാൾക്ക് ഒരു ഡിവൈസ് കൊണ്ട് ഒരാൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ആ സ്റ്റിച്ചസ് എല്ലാം അതിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഉപകരണം പിന്നെ നമുക്കുള്ളത് പിന്നെ പുതിയത് നമ്മളെടുത്ത് ചെയ്യണം. പക്ഷേ ഇത് വളരെ സൗകര്യപ്രദമാണ്. പിന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് വേദനയോ നീരോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മറ്റു കോംപ്ലിക്കേഷൻസോ ഉണ്ടാകത്തില്ല. ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞ് സെക്കൻഡ് ഡേ തൊട്ട് അവർക്ക് വേണമെങ്കിൽ ഓഫീസിൽ പോകാം. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.